ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിത ലക്ഷ്യം ഇപ്രകാരമായിരിക്കണം: വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം, സ്നേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, നന്മ ചെയ്യാനുള്ള മനസ്സ്, സഹാനുഭൂതി എന്നിങ്ങനെ ആയിരിക്കണം. എന്നാൽ സമ്പാദിക്കാനുള്ള വ്യഗ്രതയാണ് ഓരോ മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ ലോക ജീവിതം ക്ഷണഭങ്കുരമാണ്. ഭൗമിക ജീവിതത്തിൽ യാതൊന്നിനോടും അതിരു കവിഞ്ഞ ആർത്തി ആദരണീയമല്ല. ഓർക്കാനും ഓർത്ത് പ്രാർത്ഥിക്കാനും കാണാനും കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനും വിശ്വാസം അർപ്പിക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഒരു പേനയോ ചിത്രമോ പഴയ ഗാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അദൃശ്യമായതിനെ ദൃശ്യമാക്കാനും വിദൂരസ്ഥമായതിനെ സമീപസ്ഥമാക്കാനും അവയ്ക്ക് കഴിയും. ദൈവരാജ്യം എന്ന വിഗ്രഹം മനസ്സിലില്ലാതെ അതിനുവേണ്ടി ജീവിക്കുക സാധ്യമല്ല. സമ്പത്ത് നല്ലതാണ്, അത് ആവശ്യവുമാണ്. ഐഹിക ജീവിതം മാത്രമല്ല, പാരത്രിക ജീവിതവും സമ്പന്നമാക്കാൻ അവയ്ക്ക് കഴിയും. പക്ഷേ ധനത്തിൻ്റെ പാരത്രിക മാനം അവഗണിച്ച് ലൗകിക മാനത്തിൽ നാം ഒതുങ്ങിക്കൂടുന്നു. നേരായ മാർഗത്തിലൂടെ അല്ലാതെ നേടുന്ന സമ്പത്ത് അപകടകരമാണെന്ന് ക്രിസ്തു ചൂണ്ടിക്കാട്ടുന്നു. അത് ചിതലെടുത്തും പുഴുവരിച്ചും മോഷ്ടിക്കപ്പെട്ടും നഷ്ടമാകും. നീതിമാർഗത്തിൽ സമ്പാദിക്കുക, സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുക, അപ്പോൾ സമ്പത്ത് അനുഗ്രഹമാകും. നമ്മുടെ സമ്പത്ത് എവിടെയോ അവിടെയായിരിക്കും നമ്മളുടെ ഹൃദയവും. ഊണിലും ഉറക്കത്തിലും മരണവക്രത്തിലും സമ്പത്തിനെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത. സമ്പത്തിനായി അധ്വാനിക്കുവാനും അത് ദൈവസ്നേഹത്തിൽ വിനിമയം ചെയ്ത് ദൈവസന്നിധിയിൽ സമ്പന്നനാകാനും നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണ്, നീലിമയാർന്ന കണ്ണ്, താമരക്കണ്ണ്, മാൻകണ്ണ് എന്നിങ്ങനെ എത്ര ഉപമകളിലാണ് കണ്ണിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അന്യൂനമായ കണ്ണ് ശരീരത്തെ മുഴുവൻ പ്രകാശമാനമാക്കും. ഈ അർത്ഥത്തിൽ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കു തന്നെ. കണ്ണ് ആത്മാവിൻ്റെ കിളിവാതിലാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ നാം ആ ആളുടെ കണ്ണിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കണ്ണിൽ നിന്നാണ് അയാളുടെ മനസ്സ് വായിച്ചെടുക്കുന്നത്. ഹൃദയത്തിൻ്റെ വെണ്മ, പരിശുദ്ധി, ഔദാര്യം, ശത്രുത, ഭീതി, പക, ചാഞ്ചല്യം എന്നിവയെല്ലാം കണ്ണാടിയിലെന്നോണം കാട്ടിത്തരുന്നു കണ്ണുകൾ. കണ്ണിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലെ സുന്ദരവും അസുന്ദരവുമായ സത്യങ്ങളേറെയും ആത്മാവിൽ ഉൾപ്രവേശിക്കുന്നത്. കണ്ണ് അശുദ്ധമെങ്കിൽ ആത്മാവിൻ്റെ അന്ധകാരം എത്രയോ വലുതായിരിക്കും എന്ന് യേശു അത്ഭുതം കൂറുന്നത് ശ്രദ്ധിക്കുക. ആത്മാവിൻ്റെ ഡിജിറ്റൽ ക്യാമറയാണ് കണ്ണുകൾ. കണ്ണുകൾ കാത്തു സൂക്ഷിക്കുക എന്നാൽ ഹൃദയം വേലി കെട്ടി ഭദ്രമാക്കുക എന്നത് തന്നെ. ഏറ്റവും വിലപ്പെട്ട കണ്ണുകളെ പരിപാവനമായി കാത്തു സൂക്ഷിച്ച് ആത്മാവിൻ്റെ നൈർമല്യം ഭദ്രമാക്കാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യൂ, ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരാൾക്ക് ഒരേ സമയം വിരുദ്ധ താല്പര്യങ്ങളുള്ള 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ദൈവവും മാമോനും വിരുദ്ധ താല്പര്യങ്ങളുള്ള 2 യജമാനന്മാരാണ്. ഒരേ സമയം 2 പേരെയും തൃപ്തിപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ലൂക്കാ സുവിശേഷത്തിൽ അധാർമിക സമ്പത്ത് എന്ന അർത്ഥത്തിലാണ് മാമോൻ എന്ന പദം വിവർത്തനം ചെയ്തിരിക്കുന്നത്. മാമോൻ എന്ന പദം പുതിയ നിയമത്തിലേ ഉള്ളൂ, അതും 2 ഇടങ്ങളിൽ മാത്രം. മത്തായി 6-ാം അധ്യായം 24-ാം വാക്യത്തിലും ലൂക്ക 16-ാം അധ്യായം 13-ാം വാക്യത്തിലും താൽമൂദിലും മറ്റും ഈ പ്രയോഗമുണ്ട്. അവിടെ അതിന് സമ്പത്ത് എന്ന അർത്ഥമേ ഉള്ളൂ. മോശമായ ഒരർത്ഥം ഉണ്ടായിരുന്നില്ല. പണം മാത്രമല്ല, ഏത് സമ്പത്തും മാമോനായിരുന്നു. സുവിശേഷത്തിൽ മോശമായ അർത്ഥത്തിലാണ് മാമോൻ എന്ന പ്രയോഗം. അതിൽ മാമോൻ ദൈവത്തിൻ്റെ പ്രതിയോഗിയാണ്. അതിൽ അതിശോക്തിയില്ല. ദരിദ്രരെ നിങ്ങൾക്ക് ഭാഗ്യം എന്ന വചനം ഓർക്കുക. ആശ്രയം വയ്ക്കാൻ സമ്പത്തില്ലാത്തവനാണ് ദരിദ്രൻ. അവൻ്റെ എല്ലാ ആശ്രയവും ദൈവത്തിലാണ്. സമ്പത്തുള്ളവൻ അതിൽ ആശ്രയം വയ്ക്കും. അങ്ങനെ സമ്പത്ത് ദൈവത്തിൻ്റെ പ്രതിയോഗിയാവും.
രണ്ടുപേരെയും ഒരുമിച്ച് സേവിക്കുക സാധ്യവുമല്ല. സമ്പത്ത് എപ്പോഴും അധാർമികമാകണമെന്നില്ല. അതുള്ളവനും നിസ്വാർത്ഥനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കാം. പക്ഷേ അതത്ര എളുപ്പമല്ല. ദൈവമേ, സമ്പത്തിൽ ഭ്രമിക്കാതെ നിന്നിൽ മനസ്സർപ്പിച്ച് തിരുഹിതം പോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.